ഹായ് ഓൾ. അപ്പോൾ 100 ഡേയ്സ് ട്രേഡിംഗ് ചാലഞ്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ട്രേഡും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നമ്മുടെ ഫ്ലാറ്റ് ട്രേഡിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം 3 ട്രേഡാണ് എടുത്തത്. 3 SL ആണ്, നിരത്തി SL. ഒരു ട്രേഡ് നിഫ്റ്റിയിലും 2 ബാങ്കിലുമാണെങ്കിൽ 3 SL ആണ്. അവിടെ ജേണലിൽ പോയി നോക്കുകയാണെങ്കിൽ കാണാം ഇന്ന് ഇതാണ് ഇന്നത്തെ 3 ട്രേഡ്. പക്ഷേ 3 ട്രേഡ് SL ആണെങ്കിലും ഇപ്പോൾ ഇതിൽ മൊത്തത്തിലൊക്കെ വലിയ ലോസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം ജേണൽ നോക്കുകയാണെങ്കിൽ ലെവൽ 2 തുടങ്ങിയിട്ട് ഇതുവരെ ഓവറോൾ പ്രോഫിറ്റ് തന്നെയാണ്. 2300 രൂപ ഇപ്പോഴും പ്രോഫിറ്റ് തന്നെയാണ്. അതുകൊണ്ട് ഈ ലോസൊന്നും ഒരു വിഷയമല്ല. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ മൊത്തം ചോപ്പാണ്, ഭയങ്കര റെഡാണെന്നൊക്കെ തോന്നും. 1 2 3 4 5 8 ഇവിടെ കാണാം. ടോട്ടൽ 8 ട്രേഡ് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട് 10 എടുത്താൽ. പക്ഷേ സ്റ്റിൽ നമ്മൾ 2000 പ്രോഫിറ്റിലാണ്. അതായത് 4% ക്യാപിറ്റലിൻ്റെ 4% പ്രോഫിറ്റിലാണ് നമ്മൾ. അതിനുള്ള ഒരേ ഒരു കാരണം ഈ ഒരു സംഭവമാണ്, ഈ റിസ്ക് റിവാർഡ്. ഇതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവം. ഓക്കെ, പിന്നെ വേറൊരു കാര്യം ഇന്നത്തെ വീഡിയോയിൽ പറയണമെന്ന് തോന്നിയത്, ഈ ലോസ് വരുന്ന സമയത്ത് പലരും മാർക്കറ്റിനെ കുറ്റം പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് ഒന്നിപ്പോൾ 3 ലോസ്, അന്നത്തെ മാർക്കറ്റ് ഒരു ശരിയില്ല, മാർക്കറ്റ് തീരെ ശരിയില്ല, ഞാൻ വിചാരിച്ചാലും നടക്കില്ല, അങ്ങനെയൊക്കെ പറഞ്ഞേക്കാം. ശരിക്കും അതിലൊന്നും ഒരു കാര്യമില്ല. മാർക്കറ്റ് നമ്മൾ ട്രേഡ് എടുത്താലും ഇല്ലെങ്കിലും മാർക്കറ്റിന് പോകേണ്ട ഒരു ആക്ഷൻ തന്നെ പോകുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ട്രേഡിങ്ങിൽ പഠിക്കേണ്ട ഒരു സംഭവം, ഈ നമ്മൾ ഉണ്ടാക്കുന്ന ലോസ് ആയാലും ശരി പ്രോഫിറ്റ് ആയാലും ശരി, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ മാർക്കറ്റിൽ അതിലൊന്നും ചെയ്യാല്ല. ഞാനിപ്പോൾ ഈ 3 ട്രേഡ് എടുത്തിട്ട് 3 SL അടിച്ച് മാർക്കറ്റ് ഒന്നും ചെയ്തിട്ടല്ല. ഞാൻ അവിടെ ട്രേഡ് എടുത്തു, ഞാൻ എൻട്രി എടുത്തു, ഞാൻ എക്സിറ്റ് അടിച്ചു. ഇപ്പോൾ അവിടെ എൻട്രി എടുത്ത് എക്സിറ്റ് അടിച്ചു എവിടെ ആണെങ്കിലും ശരി. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്ത തെറ്റ് അല്ലെങ്കിൽ ഞാൻ ചെയ്ത ശരികൊണ്ടാണ് ഈ ലോസ് ആയാലും ശരി പ്രോഫിറ്റ് ആയാലും ശരി. ഇപ്പോൾ ജേണൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് ലോസും കിട്ടുന്നുണ്ട്, ഒരുപാട് പ്രോഫിറ്റും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ലോസ് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, ഞാൻ വരുത്തുന്ന ലോസാണ്, അത് ഞാൻ തന്നെ അനുഭവിക്കണം. അതേപോലെ ഈ പ്രോഫിറ്റും ഞാൻ അവിടെ എൻട്രി എടുത്ത് ഞാൻ ടാർഗറ്റ് ബുക്ക് ചെയ്തുകൊണ്ടാണ് എനിക്ക് ആ പ്രോഫിറ്റ് ഇട്ടത്. അത് എനിക്ക് അനുഭവിക്കാം, എനിക്ക് എൻജോയ് ചെയ്യാം പ്രോഫിറ്റ്. അതിനൊന്നും നമ്മൾ മാർക്കറ്റിനെ അപ്രിഷിയേറ്റ് ചെയ്തിട്ടോ മാർക്കറ്റിനെ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. മാർക്കറ്റ് നമ്മൾ എടുത്താലും ശരി ഇല്ലെങ്കിലും ശരി, മാർക്കറ്റിന് പോകേണ്ട രീതിയിൽ തന്നെ പോകുള്ളൂ. അപ്പോൾ ആ കാര്യം എല്ലാവരും മനസ്സിലാക്കാം. ലോസ് വരുന്ന സമയത്ത് മാർക്കറ്റിന് ഭയങ്കര കുറ്റം പറയുക, അതായത് പ്രോഫിറ്റ് വരുന്ന സമയത്ത് ഇന്നത്തെ മാർക്കറ്റ് അടിപൊളിയാണ്, അതിലൊന്നും ഒരു കാര്യമില്ല. മാർക്കറ്റ് അതിന് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങനെ തന്നെ പോകും. അപ്പോൾ മാർക്കറ്റ് നമ്മൾ സ്നേഹിക്കുക, അത് മാത്രമേ ചെയ്താൽ. മാർക്കറ്റ് നമ്മൾ വേണ്ട പോലെ സ്നേഹിച്ചാൽ മാർക്കറ്റ് നമ്മളെ സ്നേഹിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നോട്ട് ചെയ്യാം. പിന്നെ ഇന്നത്തെ ട്രേഡിൻ്റെ ഡീറ്റെയിൽസിൽ പോയി നോക്കാം. നമുക്ക് അവിടെ ഓർഡറിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് എല്ലാം അവിടെ കാണാം. 3 ട്രേഡ് എടുത്തത് ഇവിടെ കാണാം. ഇതാണ് ഫസ്റ്റ് ട്രേഡ് ബൈ ചെയ്താണ്ടല്ലേ. പിന്നെ അടുത്ത ട്രേഡ് ബൈ ചെയ്തത്, അടുത്ത ട്രേഡ് ബൈ ചെയ്ത്, ഓരോന്നിലും ബൈ ചെയ്തു SL അടിച്ചു, അടുത്തതിലും ബൈ ചെയ്തു SL അടിച്ചു, അടുത്തതും ബൈ ചെയ്ത് SL അടിച്ചു. അത് ചാർട്ടിൽ പോയി കാണിച്ചു തരാം. ചാർട്ടിൽ ഞാൻ അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിഫ്റ്റിയിലുള്ള ട്രേഡ് ഈ ഒരു ടൈമിലാണ്. ഇനി ഈ ക്യാൻഡലിൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്തു, ഈ ക്യാൻഡലിൽ SL അടിച്ചു. ഇന്ന് മാർക്കറ്റ് കംപ്ലീറ്റ്ലി നമുക്ക് എഗെയിൻസ്റ്റ് ആണ്. ഇനി ഞാൻ എടുത്ത ട്രേഡ് 3 കാണിച്ചു തരാം. 3 കോൾ ഓപ്ഷനാണ്. ഇവിടെ കാണാം 3 കോൾ ഓപ്ഷനാണ്. നിഫ്റ്റിയിലായാലും ബാങ്കിലായാലും. മാർക്കറ്റ് ആണെങ്കിൽ നല്ല രീതിയിൽ താഴോട്ടേക്ക് വന്നു. അപ്പം എൻ്റെ SL അടിച്ച് താഴോട്ടേക്ക് വന്ന് നിഫ്റ്റിയിലുള്ള എൻട്രി ഇത് അവിടെ ആയിരുന്നു. അത് ടൈം ഇതിൽ കാണിച്ചിട്ടുണ്ട് ഓൾറെഡി. ഇവിടെ നോക്കിയാൽ മതി. ഓരോ ട്രേഡും എൻട്രി എടുത്തതും എക്സിറ്റ് അടിച്ച എല്ലാ ടൈമും ഇവിടെ കാണാം. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിലുള്ള എൻട്രി ഇത് കാണിച്ചു. ഇനി ബാങ്കിലുള്ള എൻട്രി പോയി നോക്കാം. ബാങ്കിലുള്ള ഫസ്റ്റ് എൻട്രി ഈ ഒരു എൻട്രി ആണേനു. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാൻഡിൽ എൻട്രി എടുത്തു. 9:28 എൻട്രി എടുത്തു. 9:30 ആയപ്പോൾ SL അടിച്ചു. പിന്നെ അടുത്ത എൻട്രി വന്നത് എവിടെയാണ് നിഫ്റ്റിയിൽ എൻട്രി എടുത്തത്. അത് കഴിഞ്ഞാൽ ബാങ്കിൽ അടുത്ത എൻട്രി എടുത്തത് ഈ ഒരു ക്യാൻഡിലാണ്. ഈ ക്യാൻഡിൽ എൻട്രി എടുത്തു, ഈ ക്യാൻഡിൽ SL അടിച്ചു. അപ്പോൾ വളരെ പെട്ടെന്നായിരുന്നു എല്ലാ എൻട്രിയും SL ഒക്കെ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എൻട്രി ഒന്നും എടുത്തിട്ടില്ല. മാർക്കറ്റ് നോക്കിയാൽ മനസ്സിലാവും, ഫുള്ള് ഒരു അരിച്ചരിച്ചരിച്ച് കൺസോൾട്ടേറ്റ് ചെയ്ത മാർക്കറ്റാണ്. ഇവിടെ തൊട്ട് പിന്നെ ഇങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇതൊന്നും നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ ഒരു കാര്യമില്ല. ഒരു 100 പോയിന്റ് നമുക്ക് തികച്ച് കിട്ടൂല. അപ്പോൾ അങ്ങനത്തെ മാർക്കറ്റിൽ വെറുതെ ഓപ്ഷൻ ബൈയിങ് ആയിട്ട് നമ്മൾ ഇറങ്ങിയിട്ട് കാര്യമില്ല. അങ്ങനത്തെ അടങ്ങിയിരിക്കുകയാണ് നല്ലത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. 3 എൻട്രി എടുത്ത് ലിക്വിഡിറ്റി ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഡെയിലി ചെയ്യുന്ന സ്ട്രാറ്റജി വെച്ചിട്ട് തന്നെയാണ്. പിന്നെ ലെവൽ 1 ചാനലിവിടെ ഉണ്ട്. അപ്പോൾ ഇത്രയും കാലം കുറച്ച് നല്ല രീതിയിൽ പ്രോഫിറ്റൊക്കെ കാണാൻ ഇപ്പം കുറച്ചൊരു ചെറിയ ലോസിങ് സ്ട്രീക്കാണ്. അടുപ്പിച്ച് കുറച്ച് അടിപൊളി SL വന്നിട്ടുണ്ട്. പക്ഷെ എത്ര SL വന്നാലും കുഴപ്പമില്ല. നമ്മൾ റിസ്ക് റിവാർഡ് ഈ 1:5 ഫോളോ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് എപ്പോഴും ഉണ്ടാവും. എത്രയൊക്കെ ലോസ് വന്നാലും ശരി, ഒരു ടാർഗറ്റ് അടിച്ച് കഴിയുമ്പോഴേക്ക് കംപ്ലീറ്റ് മാറി പറയും. ഓക്കെ, അപ്പോൾ റിസ്ക് റിവാർഡിന് അത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം ഈ 2 കാര്യം പറയണം ഉദ്ദേശിച്ചു. ഒന്ന് റിസ്ക് റിവാർഡിന് ഇമ്പോർട്ടൻസ്, പിന്നെ ഈ മാർക്കറ്റിന് അങ്ങനെ കുറ്റം പറയുന്നത് അതും പറഞ്ഞതിൽ കാര്യമില്ല. നമ്മളത് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ നോക്കുക. അത് ലോസ് ആണെങ്കിലും ശരി പ്രോഫിറ്റ് ആണെങ്കിലും ശരി, രണ്ടും നമ്മൾ ചെയ്യണതിൻ്റെ ഒരു ഇതാണ്. ഇപ്പോൾ ചില ട്രേഡ് ഇന്നലെയൊക്കെ ഇപ്പോൾ ഒരു ട്രേഡ് എടുത്തിട്ട് അത് ടിപ്പിൽ SL അടിച്ച് പോയതാണ്. അതും മാർക്കറ്റിൻ്റെ കുറ്റാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ എൻട്രി എടുത്ത് ഞാനവിടെ SL ഇട്ട്, ഞാനവിടെ SL വെച്ചുകൊണ്ടാണ് അത് അടിച്ചത്. ഞാനവിടെ SL വെച്ചില്ലായിരുന്നെങ്കിൽ അത് അടിക്കില്ലായിരുന്നു. അപ്പോൾ അത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, എവിടെ വെക്കണം എവിടെ വെക്കരുത് എന്നുള്ളത്. അല്ലാണ്ട് മാർക്കറ്റ് ടിപ്പിൽ അടിച്ച് പോയതുകൊണ്ട് മാർക്കറ്റ് ശരിയില്ല എന്ന് പറയുന്നത് തീരെ ഒരു ശരിയില്ലാത്ത കാര്യമാണ്. ഓക്കെ,
അപ്പോൾ അത്രേ പറയുള്ളൂ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.